ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അടുത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ 2 പൈൽസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിന് മുന്നായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ട് ഒറിജിനലായിട്ട് സമയമായിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസൊനേഷൻ സംഭവിച്ചു കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ റെസൊനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ വെക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റെസൊനേഷൻ സംഭവിക്കാനാണ്. എന്നാൽ ആരും അത് കാണുന്നൊന്നുമില്ല, അടിച്ചു വിട്ട് ഓടി വരികയാണെന്ന് അറിയുന്നു. അപ്പം ഞാൻ മെഡിറ്റേഷൻ ഒഴിവാക്കാമെന്ന് വിചാരിക്കുകയാണ്. വെറുതെ മെഡിറ്റേഷൻ വെച്ചിട്ട് എന്താ കാര്യം, നിങ്ങൾ കാണുന്നില്ലെങ്കിലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൈൽ നമ്പർ 1 നമുക്ക് പോകാം. പൈൽ നമ്പർ 1, 2 എന്നാണ് 2 പൈൽ നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പൈല് സെലക്ട് ചെയ്യാം. ഒരു വെറൈറ്റിക്ക് വേറെ 2 പൈല് എടുക്കാം. ഇതാണ് 2 പൈൽസ്. ഇതാണ് 2 പൈല്. ഒരെണ്ണം ഈ ഒരു നെയിൽ പോളിഷ്, ദിസ് വൺ, ഈ ഒരു നെയിൽ പോളിഷ്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന നെയിൽ പോളിഷ്. ദിസ് വൺ ഒരു പെൻ. ഇത് പൈൽ നമ്പർ 1 ആൻഡ് ഇത് പൈൽ നമ്പർ 2. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് കണ്ണടച്ച് അതിനെപ്പറ്റി ഡീപ്പായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് ഏത് പൈൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് പൈൽ നമ്പർ 1. ഞാൻ ഇവിടെ വയ്ക്കുന്നില്ല, അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അടുത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന
കാര്യങ്ങൾ നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡാണ് ദിസ് വൺ. കർമ്മ എഫക്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് നല്ലത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർക്ക് നന്നായി, ഇപ്പം വെള്ളം ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്നവനായിരിക്കാം, ഉടുക്കാനില്ലാത്തവന് ഉടുക്കാൻ കൊടുക്കുന്നതായിരിക്കും, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതായിരിക്കാം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിക്കൊള്ളട്ടെ, ആ ഒരു ചെറിയ കാര്യത്തിനുള്ള ഒരു ആൻസർ, ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അത് നിങ്ങൾ കുറേ കാലം മുമ്പ് ചെയ്തൊരു ഫലമായിരിക്കാം, ഒരു എഫക്റ്റ് ആയിരിക്കാം, ഒരു കർമ്മയായിരിക്കാം. അതിൻ്റെ കർമ്മഫലം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പേരെ പണ്ട് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ വിഷമത്തിൽ നിങ്ങൾ മനം നൊന്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എഫക്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ദാറ്റ് മീൻസ് യുവർ ലൈഫിലേക്ക് അബണ്ടൻസ് ചൊരിയാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ലവ് ലൈഫ്, നിങ്ങൾ ആഗ്രഹിച്ച കരിയർ, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം, നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിളായിട്ടുള്ള ഒരു ലൈഫ്, ഇതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് എനിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച, ഇത്രയും കാലം കരഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇത്രയും കാലം കരഞ്ഞിട്ടുണ്ടാവാം, വിഷമിച്ചിട്ടുണ്ടാവാം. ആ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം ലഭിക്കുക എന്നൊക്കെ പറയില്ലേ, ഒരു ഉത്തരം, ഒരു ആൻസർ കിട്ടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ആൻസറിനുള്ള സമയമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. പൈൽ നമ്പർ 1, യു ആർ ഗുഡ് പീപ്പിൾ. നിങ്ങൾ ഗോഡ് ചൂസൺ ചൈൽഡ്സ് ആണ്. അത് എനിക്ക് മസ്റ്റ്ലി മനസ്സിലാവും. നിങ്ങളുടെ ലൈഫ് ഈ ഒരു നെയിൽ പോളിഷ് പോലെ തന്നെ കളർഫുൾ ആകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫ് വളരെയധികം കളർഫുള്ളായിട്ട്, ബ്യൂട്ടിഫുള്ളായിട്ട് മാറാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. കാരണം ഇത്രയും കാലം നിങ്ങൾ സഫർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു റെസൊല്യൂഷൻ കണ്ടു. ഒരുപാട് 1, 2, 3 ഒന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഉത്തരം കിട്ടാനാവാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോരുത്തരോട് പറയുകയാണെങ്കിൽ ഒരു സിനിമ എഴുതാനുള്ള അത്രയ്ക്കും ഉണ്ടാവും. ചെറുപ്പം മുതലേ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കാം നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മഫലം, നിങ്ങൾ ഒരുപാട് നന്മ ചെയ്തിരുന്ന വ്യക്തികളാണ്. മറ്റുള്ളവരുടെ വിഷമത്തിൽ ഒരു ദാരിദ്ര്യമുള്ളവനെ കണ്ടപ്പോൾ, ഒരു ഉടുക്കാൻ വസ്ത്രമില്ലാത്തവനെ, കഴിക്കാൻ വെള്ളം, ഫുഡില്ലാത്തവനെ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് പെടഞ്ഞുവോ, നിങ്ങളുടെ മനസ്സൊന്ന് വിഷമിച്ചുവോ? അത് മതി ഈശ്വരൻ്റെ കോടതിയിൽ നിങ്ങൾക്കുള്ള റിസൾട്ട് ലഭിക്കാൻ, നിങ്ങൾക്കുള്ള റെസൊല്യൂഷൻ ലഭിക്കാൻ. മനസ്സിലായോ? ഇല്ലാത്തവൻ്റെ വിഷമം കണ്ട് നിങ്ങൾ കരഞ്ഞുവോ, ഇല്ലാത്തവൻ്റെ വിഷമം കണ്ട് നിങ്ങൾ എന്ന് സങ്കടപ്പെട്ടുവോ, അന്ന് നിങ്ങൾക്ക് ഈശ്വരൻ പ്രതിഫലം നൽകും. അന്ന് കണ്ടിട്ടുള്ളതാണ് ഈശ്വരൻ നിങ്ങളുടെ വിഷമം. മനസ്സിലായോ? അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ഒപ്പമുള്ള ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളും എല്ലാം അവിടുന്ന് മുകളിലിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കരിയർ, ഒരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം. ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഇത്രയും കാലം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു. പക്ഷേ അതെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാലം പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് കാലമായി, പക്ഷേ ഇത്രയ്ക്കും അധികം കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചൊക്കെ സങ്കടപ്പെട്ട് വിഷമിച്ചിരുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്ന അവസരങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന സിറ്റുവേഷൻസ്, നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാനോ മര്യാദയ്ക്ക് അതിനനുസരിച്ച് അത് വിനിയോഗിക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി മുതൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ വെറുതെ പാഴാക്കി കളയാതെ പോസിറ്റീവായിട്ട് മുന്നോട്ട് നീങ്ങാൻ, നെഗറ്റിവിറ്റി കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് നീങ്ങി ചിന്തിക്കാൻ നോക്കുക. ഈ സൺ കാർഡ് വരുന്നത് കണ്ടോ? സൺ കാർഡ് മീൻസ് നിങ്ങൾ ഉദിച്ചു വരുന്ന ഒരു സൂര്യൻ്റെ പോലെ അത്രയ്ക്കും ശോഭയാർന്ന് മുന്നോട്ട് പോകാനും എനർജി
കൈവരിച്ച് മുന്നോട്ട് നീങ്ങാനൊക്കെയുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അതായത് ശരിക്കും നിങ്ങളുടെ കർമ്മ എഫക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ നല്ലത് ചെയ്താലും പൊട്ട ചെയ്താലും കർമ്മ ഈസ് എ റിയൽ തിങ് ഫോർ യു ഗൈസ്. ഇപ്പോൾ നമ്മളൊരു ബസ്സിന് പോയി, നമ്മളിപ്പോൾ ഒരു ബസ് കയറി, പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പൈസ മേടിക്കാൻ ചിലപ്പോൾ മറന്നു പോകും. മിക്കവാറും കണ്ടക്ടർമാർ പൈസ വാങ്ങിക്കും. അതല്ലാത്തവർ കുറച്ച് പേരുണ്ട്, ചിലപ്പോൾ മറന്നു പോകും തിരക്കും തിക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ ചില അമ്മാമ്മമാരുണ്ടാവും, അവർ കണ്ടില്ല, ഈ പൈസ നമുക്ക് അങ്ങോട്ട് വിഴുങ്ങാം എന്ന് വിചാരിച്ച് അമ്മക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്തെ ചോദിക്കുമ്പോൾ തന്നു മോനെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. പക്ഷെ അപ്പോൾ അവിടെ നിങ്ങളൊരു 7 രൂപ, 7 രൂപയൊക്കെ പണ്ട്, ഇപ്പോൾ ഒരു 10 രൂപയാണ് നിങ്ങളിപ്പോൾ അവിടെ ലാഭിച്ചതെങ്കിൽ അതിന് 3 ഇരട്ടി നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത്, 20 രൂപ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് നിങ്ങളുടെ കയ്യിൽ നിന്നും വെറുതെ നഷ്ടമായി പോകും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടിച്ചു മാറ്റിപ്പോവും, എങ്ങനെയെങ്കിലും നഷ്ടമാവും. അതാണ് കർമ്മ. ആൻഡ് നിങ്ങൾ നേരെ മറിച്ച് ഒരാൾക്കൊരു സഹായം ചെയ്തു, ഒരു ഇല്ലാത്തവനെ നിങ്ങൾ ഒരു 10 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അത്രയ്ക്കും അത്യാവശ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു 10,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം വരും. ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് ദയവായിട്ട് തന്നെ അത് കൊണ്ടുതരും. നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് തരുന്നത്, വേറെ ഏതെങ്കിലും വഴിയായിരിക്കും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്നത്. ദാറ്റ്സ് കോൾഡ് കർമ്മ. കർമ്മ എന്ന് പറയുന്നത് റിയലാണ്. അത് ആരിൽ നിന്നും ഒളിച്ചു പോകാൻ പറ്റുന്ന കാര്യമല്ല. സോ നമ്മൾ ഈ നുണ പറഞ്ഞുണ്ടാക്കുന്നതും പറ്റിച്ചുണ്ടാക്കുന്നതും ഇപ്പോൾ ഓരോരുത്തർ കാണാം, ഈ മറ്റേ തട്ടിപ്പ്, ആ തട്ടിപ്പ്, ഈ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പേര്. ഞാനിങ്ങനെ ആലോചിക്കും, ഇവരിങ്ങനെ തട്ടിപ്പ് ചെയ്തിട്ട് എന്ത് കാര്യം? ഇവർ ഈ തട്ടിപ്പിലൂടെ ഒരുപാട് കോടികൾ ലക്ഷങ്ങളും ഉണ്ടാക്കി, അതിൻ്റെ അപ്പുറം അവർക്ക് നഷ്ടം വരും. കുറച്ച് കാലം വേണമെങ്കിൽ അത് വെച്ച് അവർക്ക് സുഖിക്കാം, കുറച്ച് കാലം വേണമെങ്കിൽ അത് വെച്ചിട്ട് അവർക്ക് നല്ല എനർജറ്റിക്കലി നടക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള എഫക്റ്റ് തിരിച്ചു കിട്ടും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്, നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തിനാ പിന്നെ ഇവരിത് ചെയ്യുന്നത്? ഉള്ളത് വെച്ച് ചെയ്തുകൂടെ, ഉള്ളത് വെച്ച് നല്ല രീതിയിൽ ചെയ്തുകൂടെ എന്ന് നമ്മൾ ചിന്തിക്കും. ദാറ്റ്സ് കോൾഡ് കർമ്മ. കർമ്മ എഫക്റ്റ് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോവുകയാണെന്നാണ് കാണുന്നത്. നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് നമുക്ക് നോക്കാം. ഡോണ്ട് സ്റ്റോപ്പ്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പം ദരിദ്രനെ സഹായിക്കുന്നതോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അതൊരിക്കലും നിർത്തരുത്. അതിൻ്റെ നന്മ നിങ്ങൾക്ക് വിത്തിൻ ദി നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ നന്മ അധികം വൈകാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് മറ്റുള്ളവരെയും ത്യജിക്കപ്പെട്ടവരെയും ആരും പരിഗണിക്കാത്തവരെയൊക്കെ നിങ്ങൾ പരിഗണിക്കുക, റീകൺസിഡർ ചെയ്യുക. മറ്റുള്ളവരെ ഒഴിവാക്കി വിടുന്നവർ, മറ്റുള്ളവരെ കളിയാക്കി വിടുന്നവർ, മറ്റുള്ളവരെ പരിഗണിക്കാതെ വിടുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ റീകൺസിഡർ ചെയ്യുക. നിങ്ങൾ അവരുമായിട്ട് പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങൾ അവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. നെഗറ്റിവിറ്റി ഒന്നും തന്നെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എഫേം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ അറിയുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഞാനപ്പം പൈൽ നമ്പർ 2ലേക്ക് പോട്ടെ. നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടുത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൈൽ നമ്പർ 2. അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. പൈൽ നമ്പർ 2. അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നമുക്ക് കൂടുതൽ കാർഡ്സ് എടുക്കാം. എനിക്കൊരു ഹിൻറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കൂടുതൽ കാർഡ്സ് എടുക്കാം. യെസ് 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 ബോസ്. എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി എടുത്തത്. തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കുമോ എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ വീണ്ടും എടുത്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉടനെ തന്നെ
സാധ്യമാകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. മേ ബി നിങ്ങൾ എഴുതാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം, നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ചെയ്യുന്ന ആളുകളായിരിക്കാം. ക്രിയേറ്റീവായിട്ട് ക്രാഫ്റ്റ് വർക്ക്സ്, എഴുതുക, രചന, കഥ എഴുതുക, കവിത എഴുതുക, അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള പാടുക, അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ട് അങ്ങനെ ചില കഴിവുകളൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ അങ്ങനെ ഒരു കഴിവിൻ്റെ പേരിൽ നിങ്ങൾ ഉയർത്തി കാണാൻ പോവുകയാണ്. ആ ഒരു കഴിവിൻ്റെ പേരിൽ നിങ്ങൾ നാലാൾ അറിയാൻ പോകുന്ന ഒരു സമയം അടുത്ത് വന്നിരിക്കുകയാണ്. അതായത് എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം വരാൻ പോകുന്നു. അത് നിങ്ങൾ ഏതിലാണോ ഇപ്പോൾ നിങ്ങളതിൽ കൈവച്ച് കഴിഞ്ഞു, ആ കാര്യം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് അതിൽ കൈവച്ച് കഴിഞ്ഞു, ആ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇനി ബിൽഡപ്പായി വരാൻ പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ളൊരു റീയൂണിയൻ ഉടനെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ പൈസ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ കടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, ആ കടം കൊടുത്തതിൽ നിന്നും നിങ്ങൾക്കൊരു ആൻസർ ലഭിക്കുന്നതായിട്ട് ഒക്കെ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾക്കൊക്കെ ഒരു റെസൊല്യൂഷൻ സംഭവിക്കാൻ പോകുന്ന പീസ്ഫുൾ റെസൊല്യൂഷൻ. നിങ്ങൾ മനസ്സിനേറ്റ പല മുറിവുകളുണ്ട്, നിങ്ങളുടെ മനസ്സിനേറ്റ പല ഖ്യാതികളുണ്ട്. ആൻഡ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ലോകം അംഗീകരിക്കാൻ പോകുന്ന ഒരവസ്ഥ. മേ ബി നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും, ഒരു മോട്ടിവേറ്റർ ആയിരിക്കാം, ഒരു പലതരത്തിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിരിക്കാം. നിങ്ങളതിൽ വളരെയധികം ഹൈപ്പിൽ പോകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെയൊരു കാര്യം ഇതുവരെയും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നത്. സോ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികളാണ്. ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. നമുക്ക് ഏഞ്ചൽസിൻ്റെ എക്സ്റ്റേണൽ ക്ലൂസ് നോക്കാം. എങ്ങനെയാണ് ഇവരറിയപ്പെടാൻ പോകുന്നത്, എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ള റിമൈൻ പോസിറ്റീവ്. നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ റിമൈൻ പോസിറ്റീവ്. പോസിറ്റിവിറ്റി അട്രാക്ട്, ഞാൻ എപ്പോഴും പറയുന്നില്ല, പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്ത് പോസിറ്റിവിറ്റി നിങ്ങളുടെ മൈൻഡിൽ റിമൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ പോസിറ്റിവിറ്റി തന്നെ വീണ്ടും 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 റീഫ്രഷ് ആക്കി നിങ്ങളുടെ തലച്ചോറിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് അട്രാക്ട് ചെയ്യും? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ചേച്ചിക്ക് അവിടെ ഇരുന്ന് എന്തും പറയാം, അല്ലെങ്കിൽ മാഡത്തിന് അവിടെ ഇരുന്ന് എന്തും പറയാം. ചില സമയത്ത് ഈ പറയുന്ന എനിക്കാണെങ്കിലും പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്താൽ മതി ഇവിടെ നിന്ന് പറയുന്ന പോലെയല്ല, അതൊക്കെ ശരി തന്നെയാണ്. ഒരു സമയത്ത് നമ്മളങ്ങോട്ട് എത്ര വലിയ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും ഒരു സമയത്ത് നമ്മളങ്ങോട്ട് തളർന്നു പോകുന്ന, നമ്മളങ്ങോട്ട് ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യും. അപ്പോൾ എത്ര വലിയ പഠിപ്പുള്ളവനാണ്, വിവരമുള്ളവനാണെങ്കിൽ, ഈ സൈക്കോളജിയിൽ ബിരുദം നേടിയിട്ടുള്ള ആളാണെങ്കിലും, ഏറ്റവും വലിയൊരു സൈക്കോളജിസ്റ്റ് ആണെങ്കിലും നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് കൂടിയേ തീരൂ. നമ്മളെ റിമൈൻ പോസിറ്റീവ് ആക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ വരുത്താതിരിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് പണ്ട് മുതലേ തന്നെ, നിങ്ങളിപ്പോൾ ചെറുപ്പം മുതലേ തന്നെ പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്ത് മനസ്സിലെപ്പോഴും പോസിറ്റിവിറ്റി റിമൈൻ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയ്ക്കും അധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേരിടേണ്ടി വരികയില്ല. സോ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട കാര്യം റിമൈൻ പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റിവിറ്റിയെ ഒട്ടും തന്നെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക. പോസിറ്റിവിറ്റിയെ മാത്രം അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, ആ സമയത്താണ് നിങ്ങൾ പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? നിങ്ങൾക്ക് സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ മെൻറ്റാലിറ്റി. നിങ്ങളുടെ മെൻറ്റാലിറ്റിയെ അനുസരിച്ചിട്ടാണ് ഈ സക്സസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങൾക്കുമുള്ള ഒരു മേജർ ഇത് സക്സസ് ആണ്. ആൻഡ് കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ, ചില മനുഷ്യരോട്, ചില ആളുകളോട് കോംപ്രമൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ കോംപ്രമൈസ് ചെയ്ത് വിടുക.
അത് ഇല്ല, ഞാൻ പിടിച്ച മുയലിന് 10 കൊമ്പ്, ഞാൻ പറയുന്നതാണ് ശരി, അവൻ തെറ്റാണ് അല്ലെങ്കിൽ അവൾ തെറ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വലുതാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവിടെ കോംപ്രമൈസ് നടക്കില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നിടത്തേ ഏറ്റവും പോസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നിടത്തേ പോസിറ്റീവായിട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നിടത്തേ പല കാര്യങ്ങളും കോംപ്രമൈസ് ആകുകയുള്ളൂ. സോ കോംപ്രമൈസ് ആയിട്ടിരിക്കുക, സ്റ്റേബിൾ ആയിട്ടിരിക്കുക. ഇപ്പോൾ ഈ ക്ലാസ് കണ്ടോ, അതുപോലെ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ നോക്കുക. റിമൈൻ പോസിറ്റീവ്. ഒരിക്കലും നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങളെല്ലാവരും ഒരുപോലെയാണ്. മനസ്സിനേറ്റ മുറിവുകൾ, മനസ്സിനേറ്റ ക്ഷതങ്ങൾ എല്ലാം നിങ്ങൾക്ക് മാറി മറിയാൻ പോവുകയാണ്. നിങ്ങളിലുള്ള നിങ്ങളുടെ ഒരു കഴിവിനെ യൂണിവേഴ്സ് ഉയർത്തി കാണിക്കാൻ പോവുകയാണ്. ആ ഒരു കഴിവിനെ ലോകം അംഗീകരിക്കാൻ പോവുകയാണ്. അത് ഇപ്പം നിങ്ങളത് കേൾക്കുമ്പോൾ വിചാരിക്കും, എൻ്റെ എന്ത് കഴിവ്, എനിക്കങ്ങനെ കഴിവുള്ള വ്യക്തിയൊന്നുമല്ല, എനിക്കങ്ങനെ കഴിവുള്ള ആളൊന്നുമല്ല, എനിക്ക് എന്ത് കഴിവുള്ളതെന്ന് ഒരു കണിക പോലും ധാരണയില്ലാണ്ടിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. പക്ഷെ അതിനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. നിങ്ങൾ ചിലപ്പോൾ ഈ ഉടനെ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം. നിങ്ങൾ ചിലപ്പോൾ കഥ എഴുതാനായിരിക്കാം, കവിത എഴുതാനായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഹൈ സക്സസ്, ഹൈ കോൺട്രാക്ട് സക്സസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. സക്സസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. പോസിറ്റിവിറ്റി റിമൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. അത് അഫേം ചെയ്യാനുള്ള കുറുക്ക് വഴിയാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അത് എത്രമാത്രം എനർജിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നോ അത്രമാത്രം എനർജിയിൽ പറയുക. അത്രമാത്രം ലൈനിൽ പറയാൻ പറ്റുന്നോ അത്രമാത്രം ലൈൻ എഴുതി പറയുക. അപ്പോൾ അടുത്തൊരു കിടിലൻ ടോപ്പിക്കായിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.